ഹലോ. അപ്പം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോ വന്നിട്ട് നമ്മള് മിസ്റ്റിക് മായാപോർട്ടിൽ പോയ ആ ഡേ ആണ് കേട്ടോ. നമ്മൾ സ്പെൻഡ് ചെയ്ത ഡേ ആണ്. അതായത് സാറ്റർഡേ മോർണിംഗ് ഞാൻ പറഞ്ഞ പോലെ ഒരു 1:30 ആ സമയത്തായിരുന്നു നമ്മളുടെ ചെക്കിൻ. സോ ചെന്ന ഉടനെ നമുക്ക് ഒരു കാർഡമൻ ടീ ആണ് തന്നത്, വിതൗട്ട് മിൽക്ക്. അതാണ് തന്നത്. അതിനുശേഷം റോബിൻ തന്നെ നമ്മളെ കൊണ്ട് റൂമൊക്കെ കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ റൂമിൽ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ താഴോട്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും. കാരണം എനിക്കറിയില്ല, എൻ്റെ ഫോണില് വീഡിയോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാപ്പിലേക്ക് അത് കയറ്റിയിട്ടേ ചെക്ക് ചെയ്ത സമയത്ത് ഒരുപാട് വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഫോണിൽ നിന്ന് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത്. സോ കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ്, ഞാൻ സ്വിം ചെയ്യുന്ന വീഡിയോസ്, സൈക്കിൾ ചെയ്യുന്ന വീഡിയോസ്, അതെല്ലാം മിസ്സായി. ഇപ്പൊ ഞങ്ങൾ റൂമിലിരുന്ന് പുറത്തോട്ടുള്ള വ്യൂസും അങ്ങനെ കുറെ മിസ്സായിട്ടുണ്ട്. സോ ഇതിനകത്ത് ഒരു കാണിക്കുന്നതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മേ ബി ജൂൺ ജൂലൈ സമയത്ത് നല്ല മഴയുള്ള സമയത്ത് ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. ആ സമയത്ത് പോകുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഇതിലും എല്ലാം ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അവിടുന്ന് സ്റ്റെയർ ഇറങ്ങി താഴോട്ട് വരണം. അപ്പം ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു ക്രീക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പൊ നമ്മൾ ഇത് ഫോട്ടോസ് ഒക്കെയാണ്, ഞാൻ ഫോട്ടോസ് വീഡിയോസ് ആയിട്ട് എടുത്തതാണ്. സോ ഇതിന് ശേഷം ഒരു ക്രീക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു ഫിഷിംഗ് പോണ്ടാണ് വരുന്നത്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഫിഷിന് തീറ്റി കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കുറെ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിനുശേഷം ഞാൻ ഈ കാണിച്ചതായിരുന്നു പൂള്. അപ്പം കുഞ്ഞു പൂളാണ് കേട്ടോ, ഭയങ്കര ചെറിയ പൂളായിരുന്നു. സോ ഞാൻ ഏകദേശം എത്ര മീറ്റർ എന്ന് പറയാനാണെങ്കിൽ 15 ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സോ എനിവേസ് അങ്ങനെ ഞാൻ പിറ്റേന്ന്, അതായത് സൺഡേ ആണ് ഞാൻ പൂളിലൊക്കെ പോയത്. സാറ്റർഡേ ഞങ്ങൾ ടീ പ്ലാന്റേഷനിൽ, കാർഡമൻ ടീ പ്ലാന്റേഷനിൽ പോയിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആള് കാണിച്ചു തന്നു കേട്ടോ. അപ്പൊ ഞാൻ പൂളിൽ അവിടെയൊക്കെ കറങ്ങിയൊക്കെ നടന്നിട്ട് തിരിച്ചു വന്നു. ഒന്ന് ഫ്രഷനപ്പ് ആയി. ബാത്റൂമിന്റെ സീൻ കാണിച്ചു തന്നല്ലോ അവിടെ. അതായത് ഇവരെ ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു സാധനത്തെ പോലും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് അവരിവിടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ റൂമിലെ വാഷ്റൂമിന്റെ ഒരു വ്യൂ ആണ് ഞാൻ കാണിച്ചു തന്നത്. അത് വലിയൊരു റോക്കൊക്കെ അതിനെ അവിടെ തന്നെ അവര് വെച്ചിട്ടാണ് ബാക്കി കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് താഴെയും ഈ പൂളിന് അടുത്ത് തന്നെ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു. ആക്ച്വലി അതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്താണ്, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ് ഔട്ടായി. സോ അവിടെ ഇതുപോലെ തന്നെ ഒരു റോക്ക് ഉണ്ട്. അപ്പം അവിടെ നല്ല രസമാണ്. ഈ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ നല്ല രസമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ക്രീക്കിന്റെ അവിടുന്ന് നമ്മളുടെ റൂമിലേക്കുള്ള വ്യൂ ഉണ്ട്. ആ വ്യൂവില് എനിക്ക് തോന്നിയിട്ടുള്ള ഞങ്ങൾ എടുത്ത റൂം തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് റൂം. അതായത് നിങ്ങൾക്ക് ബാൽക്കണി ഇല്ല, ബട്ട് വ്യൂ ഫ്രം അവർ റൂം എന്ന് പറയുന്നത് അടിപൊളിയാണ്, നല്ല രസമാണ്. അതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് അതൊക്കെ എങ്ങനെയോ മിസ്സായി. ഓക്കെ, അങ്ങനെ ഫ്രഷനപ്പ് ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ടീ ആണോ കോഫി ആണോ, ഒരാൾക്ക് കോഫി ഒരാൾക്ക് ടീയും, എനിക്ക് ടീയും ആൾക്ക് കോഫി ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഇതിന് ശേഷമാണ് ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും ആൽബർട്ട് ഞങ്ങളെ വിളിച്ചു. നമുക്കിങ്ങനെ കാർഡമൻ ടീ പ്ലാന്റേഷനിലേക്ക് പോവാം, അവിടെ ഈ കാർഡമൻ ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. കാർഡമൻ ടീ പ്ലാന്റേഷൻ അല്ല, കാർഡമൻ പ്ലാന്റേഷൻ കേട്ടോ, അവിടെ ടീയും കാര്യങ്ങളൊന്നുമില്ല. സോ ആ കാര്യങ്ങളൊക്കെ കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇതില് വേറൊരു കാര്യം, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാതാണ് ഞങ്ങളുടെ 7,000 rupees. പിന്നെ ഞങ്ങൾക്ക് ഈവനിങ്ങില് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ടീ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് മോർണിംഗും തന്നു. ആക്ച്വലി മോർണിംഗ് നമുക്കൊന്നും തരത്തില്ല,
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ. അപ്പം എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ച ഉടനെ രാവിലെ ട്രാവൽ ചെയ്താൽ ചിലപ്പോൾ വോമിറ്റിംഗ് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാഞ്ഞത്. പക്ഷെ അവിടുന്ന് ഒരു കോഫി തന്നു. അവര് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വേണോന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് വേണ്ടായിരുന്നു, കഴിച്ചിട്ട് ഇറങ്ങണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് കഴിക്കാൻ സ്കിപ്പ് അടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ടീയും കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ആൽബർട്ട് വിളിക്കുന്നത്. നമ്മളുടെ ഈ ഒരു സ്റ്റേയിൽ നിന്ന് 2 കിലോമീറ്റേഴ്സ്, അതായത് അപ്പ് ആൻഡ് ഫോർത്ത് ഏകദേശം 4 കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് 2 കിലോമീറ്റേഴ്സ് നടക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് പോയത്. ആളും വണ്ടിയിൽ വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ആള് ബൈക്കിലും വന്നു, ഞങ്ങൾ കാറിലും പോയി. അവിടെ എങ്ങനെയൊക്കെയാണ് കാർഡമൻ എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നത് റോ കാർഡമൻ അല്ല. അപ്പൊ റോ കാർഡമൻ എങ്ങനെയാണ് അത് കൊണ്ടുവന്നിട്ട് അതിനെ ക്ലീൻ ചെയ്യിക്കുന്നത്, എങ്ങനെയാണ്, ഏതൊക്കെ മെഷീനിലിട്ടാണ് ഡ്രൈ ചെയ്യിക്കുന്നത്, എത്ര ദിവസം എടുക്കും, അങ്ങനെ ഏകദേശം 18 to 24 hours ആണ് ഈ കാർഡമൻ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുപോലെ ഒരു കാർഡമൻ പ്ലാന്റിൽ നിന്ന് നമ്മൾ കാർഡമൻ എടുത്തതിന് ശേഷം ഏകദേശം 45 ഡേയ്സിന് ശേഷമാണ് അടുത്ത കാർഡമൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ആള് പറഞ്ഞു. ഇതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തതാണ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം എനിക്ക് മിസ്സായി. പിന്നെ ഇതാണ് കേട്ടോ ക്രീക്ക്, അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ വഴുക്കലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടിത്തടഞ്ഞ് വീഴും. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങിയില്ല. ഈ ഒരു ചെറിയൊരു സ്പോട്ടിലൊക്കെ ഞാൻ ഇറങ്ങിയായിരുന്നു, പക്ഷെ ഒരുപാട് അങ്ങോട്ടൊന്നും പോയില്ല. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ ക്രീക്ക്, നമുക്ക് പോവാൻ പറ്റുന്ന കുറച്ച് ദൂരമുണ്ട്. പക്ഷെ ഞാൻ അത്രയും ദൂരമൊന്നും പോയില്ല. അങ്ങനെ ഇതിപ്പം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതിന്റെ ആ ഡേ ആണ്. ഒരു 9:30 ഒക്കെ ആയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 11 ആയിരുന്നു ചെക്കൗട്ട്. ഞങ്ങൾ 10:45 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി, സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പൊ അതാ പറഞ്ഞ, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് മിസ്സായി വീഡിയോയില്. ഞാനിനി നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞ പോലെ ജൂൺ ജൂലൈയിൽ പോവുകയാണെങ്കിൽ ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ നോക്കാം. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ കുറച്ച് നേരത്തെ ചെക്കൗട്ട് ആയതായിരുന്നു. നമുക്ക് വേണമെങ്കിൽ 1 അല്ലെങ്കിൽ 2 വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നേരത്തെ വന്ന് പിറ്റേന്ന് വർക്ക് ഇല്ല. അപ്പൊ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം എന്നുള്ളൊരു തോട്ട് കൊണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ചെക്കൗട്ട് ആയി. പിന്നെ അന്ന് മോർണിംഗ് നമുക്ക് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു, ചാത്തൻപാറ അങ്ങനെ എന്തോ സ്ഥലം. ഞാൻ പോണോന്നൊക്കെ വിചാരിച്ചു. പിന്നെ രാവിലെ ആയപ്പം ഞാൻ എഴുന്നേറ്റു, ബട്ട് എന്തോ ആൾക്കത്ര ആള് പറഞ്ഞു പോണോ എന്ന്. പോണോ പോണ്ടേന്ന് തൊട്ട് കൺഫ്യൂഷനിലായിട്ട് ഞങ്ങൾ പിന്നെ എന്നാ പോയില്ല. നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അതുപോലെ ഞാൻ തലേന്ന് പൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പൂളിലൊക്കെ പോയത് അന്ന് മോർണിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു തലേന്ന് നൈറ്റ്. അപ്പോൾ ആക്ച്വലി ആ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മള് കുറെ ഫ്രണ്ട്സ്, കുറെ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സിന്റെ കുറെ ഗ്രൂപ്പ്സ്. അപ്പൊ അവരൊക്കെ ഇനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഐസൊലേറ്റ് ആയിട്ട് നിൽക്കണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ കുറച്ചു നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങ് പോയിരുന്നു. സോ ഈവനിങ് ആ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ തലേന്ന് ഈവനിങ് ഉള്ള പരിപാടി ഇതായിരുന്നു. മോർണിംഗ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പൂളിൽ പോയി. പൂളിലൊരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ്, 45 മിനിറ്റ്സ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഞങ്ങള് ഫ്രഷൻ അപ്പ് ആയിട്ട് ചെക്കൗട്ട് ചെയ്തത്. സോ മിസ്റ്റിക് മായ പോർട്ടിൻ്റെ കൂടെ ഒരു ബൈ ഒക്കെ പറഞ്ഞു ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തു. ഇതിനെപ്പറ്റി ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളെ പ്രൈവസി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പ്രൈവസി ആണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ക്യാമ്പ് ഫയർ ഇങ്ങനെയുള്ള കേസസിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളൊന്ന് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. പിന്നെന്താണ്, ഇനി മഴ സമയത്ത് പോകുമ്പോൾ ഉള്ള കേസ് വേറെ രീതിയിലായിരിക്കും മേ ബി. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പീസാണ്. ആ സമയം ആകുമ്പോഴത്തേക്ക് ഭയങ്കര വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഭയങ്കര ബഹളമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. സോ അതും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ പോവാൻ പറ്റുവാണെങ്കിൽ പോവാം. അതിനുശേഷം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് വാഗമൺ പോകണമോ എന്നുള്ളൊരു പ്ലാൻ, പോണ്ടേന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു 5:30 എവിടെയെങ്കിലും പോയാൽ, എസ്പെഷ്യലി സൺഡേസിൽ എനിക്ക് ഒരു തിരിച്ച് 5:30 ഒക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരണം. കാരണം മൺഡേ നമ്മൾ വർക്കിംഗ് അല്ലേ. അപ്പൊ നമ്മള്
മുടക്കുന്ന സെറ്റാക്കി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു വീടിന്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീട് ഈ പ്രാവശ്യം ഞാൻ ഫുള്ളായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഇത് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസിലൊക്കെ ഉള്ള വീടാണ്. അതായത് ഇടുക്കിയിലെ ഏറ്റവും വലിയ വീടാണ് ഈ വീട്. ഈ വീടിന് തൊട്ടിപ്പുറത്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റിന്റെ ഗേറ്റ് ആണ് ഇവർക്കുള്ളത് കേട്ടോ. ചില വീഡിയോസിൽ ഞാൻ കണ്ടത് റോക്കറ്റ് ഷേപ്ഡ് ആണ്, ഫ്ലൈറ്റ് ഷേപ്പ്. എനിക്ക് ഫ്ലൈറ്റ് ഷേപ്ഡ് ആയിട്ട് തോന്നി. ഇതാണ് കുതിരയൊക്കെ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കുറെ യൂട്യൂബ് വീഡിയോസിലുണ്ട്. അങ്ങനെ അങ്ങനെ അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകൾ, ഹൗസസ് നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് വാഗമൺ പോകുന്ന വഴിയാണ് കേട്ടോ ഫ്രണ്ടിൽ കാണുന്നത്. ഇത് ഏലപ്പാറയാണ് സ്ഥലം. അപ്പൊ അവിടെ ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു ടീ പ്ലാന്റേഷൻ, അവിടെ ടാറ്റ ടീ പ്ലാന്റേഷൻ പോലെ. സോ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയാണ് ഇറാനി ചായയും മറ്റേ ബൺ മസ്കയൊക്കെ കഴിച്ചത്. ഭയങ്കര രസമായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയിട്ട് ആ സമയത്ത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. ഈ റോഡാണ് വാഗമൺ പോകുന്നത്. ഇത് ഞങ്ങൾ മുണ്ടക്കയം എത്തുന്നതിന് മുന്നേ ഇവിടെ നിർത്തിയിട്ട് പൈനാപ്പിൾ വാങ്ങിച്ചു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കൊട്ടാരക്കരയിലേക്ക് പോയി. അപ്പം ഈ വീഡിയോയിൽ കുറെ കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടൈം ഞങ്ങൾ അവിടെ പോകുമ്പോൾ മാക്സിമം ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.